അപ്പൊ നമുക്കിന്ന് മുട്ട മണി കിട്ടിട്ടല്ലേ ട്ടാ. അപ്പൊ ഞായറാഴ്ച കൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാന്നെല്ലാം വിചാരിച്ചാ നോക്കുമ്പോ ഏട്ടന് പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നോണ്ട് അത് വെട്ടിയ ശേഷാട്ടാ പോയേ. അതുകൊണ്ട് പിന്നെ പാലെടുക്കാണ്ട് പറ്റൂലല്ലോ, അതുകൊണ്ട് നമ്മള് പാലെടുക്കാൻ വന്നിട്ടാള്ളേ. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ ആവുമ്പോ അമ്മ തന്നെയായിട്ട് എടുക്കല്. അപ്പൊ ഇന്ന് അമ്മേനെ സഹായിക്കാച്ചിട്ട് ഞാൻ വന്നിട്ടാള്ളേ. അപ്പൊ നമുക്ക് ഏതായാലും പാലെടുക്കാം. അപ്പൊ വീഡിയോ എടുക്കുന്നത് ധ്വനിയാട്ടാ. അപ്പൊ ഓക്ക് ഇങ്ങനെ പാലെടുക്കാൻ വരുന്ന സമയത്ത് ഇതിനെല്ലാം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഏട്ടൻ വെട്ടുന്ന സമയത്ത് കുന്നെല്ലാം വെറുതെ കയറി ഇറങ്ങെല്ലാം ചെയ്യും. ഇപ്പൊ ക്യാമറ എടുത്ത് നിർത്തിയോണ്ട് കൊണ്ടാണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും പാലെടുക്കാം. ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇതങ്ങ് എടുക്കട്ടെ. ചിരട്ടക്ക് പകരം ഐസ്ക്രീം പാട്ടെല്ലാം വെച്ചിട്ടാ. തണുപ്പുണ്ടെങ്കിൽ പാലുണ്ടാവും, തളിര് വരുന്നോണ്ടായിരിക്കും അല്ലെ പാല് കുറവ്. അങ്ങനെ നമ്മളെ പാലെടുക്കൽ ഏകദേശം കഴിഞ്ഞു കേട്ടാ. ഇനി ഒറ കഴിക്കുന്ന കൂടി കാണിച്ചു കേട്ടാ. അങ്ങനെ നമ്മള് താഴേന്ന് വന്ന് ഇങ്ങ് മുകളിലെത്തിട്ടാ. ലാസ്റ്റ് റബ്ബറാണ്. അപ്പൊ നമുക്ക് ഇനി താഴേക്ക് പോവാട്ടാ. ഈ കുന്ന് ഇറങ്ങുമ്പോ ഇത് വിഷമം വെച്ചാല് ഇറങ്ങണേ, നല്ല ഇറങ്ങിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. അമ്മ നോക്കണേ. അങ്ങനെ നമ്മള് പാലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാ. അപ്പൊ ആദ്യം അരിക്കാം. പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അരിപ്പ ഒന്ന് വൃത്തിയാക്കി എടുക്ക, ഇല്ലെങ്കിൽ പാല് ഉണങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പം കഴിയാല് വൃത്തിയാവും. അപ്പൊ ഇനി നമുക്ക് ഒഴിക്കാട്ടാ. ഇതിന്റെ അളവും വെള്ളം എല്ലാം ചേർക്കണം. അപ്പൊ അതിന്റെ അളവും കാര്യമൊന്നും എനിക്കറിയില്ല, അമ്മ പറഞ്ഞുതരും അല്ലെ. 1.5 ലിറ്റർ കൊള്ളുന്ന കപ്പാണ്. 1 കപ്പ് പാല് 1 ലിറ്റർ വെള്ളം ചേർക്കുക. 1.5 ലിറ്റർ പാല ചേർത്ത് അതിലേക്ക് ഇത് 1 ലിറ്ററിന്റെ കപ്പല്ലേ വെള്ളം ചേർക്കുന്നു. 1 ലിറ്റർ അടിക്കണമെങ്കിൽ വെള്ളം കുറച്ച് ഒഴിക്കണം. വെള്ളം കുറവ് ഒഴിക്കുന്നുണ്ടല്ലേ. അപ്പൊ 1.5 ലിറ്റർ. അപ്പൊ നമ്മളിപ്പോ ഷീറ്റ് സാധാരണ വൈകുന്നേരമായിട്ട് അടിക്കല്, അതുകൊണ്ടാണ് 1 ലിറ്റർ വെള്ളം ചേർക്കുന്നത് അല്ലേ അമ്മേ. ഇല്ലെങ്കിൽ വെള്ളം പിന്നെ കുറച്ച് ചേർക്കുക, ആസിഡ് കുറച്ച് കൂടുതൽ. നമുക്ക് വേഗം അടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറക്കുക, ആസിഡ് ഒഴിക്കുന്നത് കുറച്ച് കൂട്ടി ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം അടിക്കാൻ പറ്റും. നമുക്ക് പിന്നെ തിരക്കില്ലാത്തതുകൊണ്ട് വൈകുന്നേരമാണ്, അതുകൊണ്ട് 1 ലിറ്റർ വെള്ളം ചേർക്കും. ഇനി ആസിഡ് ഒരു ഔൺസ് ഗ്ലാസ്സിൽ ഒന്നല്ലേ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ. നമ്മള് നല്ല കൊഴുത്ത പാലല്ലേ അമ്മേ. അതുകൊണ്ടാണ് 1.5 ലിറ്റർ പാലെടുക്കുന്നത്. നേരത്തെ പാലാണെങ്കിൽ 2 ലിറ്റർ വേണ്ടി വരും. അത് ഇത്ര കട്ടിയുള്ളത് ഉണങ്ങി വരുമ്പോ ആകെ ഇത്രയല്ലേ ഉണ്ടാവും അല്ലേ. 2 ലിറ്റർ എങ്കിലും വേണം അല്ലേ. 2 ലിറ്റർ വേണം നേരത്തെ പാലാണെങ്കിൽ. കട്ടിയുള്ള പാലായതുകൊണ്ടാണ് 1 ലിറ്റർ എടുക്കുന്നത്. ഇതിന് കണക്കായി വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ അടിച്ചാലും കിട്ടിയില്ല, വൃത്തിയിലൊന്നും കിട്ടൂല. അതെല്ലാവർക്കും ഓരോരുത്തർ പറ്റും ആദ്യമായിട്ട് അടിക്കുമ്പോ. എനിക്കിതിനെ പറ്റിട്ട് അറിയൊന്നുമില്ല കേട്ടാ. ഞാന് ഇങ്ങനെ അമ്മ ചെയ്യുമ്പോ പണ്ടെല്ലാം അമ്മേന്റെ കൂടെ ഇങ്ങനെ പോക്കുണ്ടോ അറിയിക്കാനും ഷീറ്റ് അടിക്കാനല്ലോ. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാ കാണുന്നു. അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടാ. ഇനി അടച്ചു വെക്കാം. ചോറിന്റെ കഴിഞ്ഞിട്ട് അടിക്കാൻ പോകാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അടിക്കാൻ പോവാം. ഇങ്ങനെ നമ്മളെ പാലെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ തൊടാൻ നല്ല സുഖം, സ്പോഞ്ച് സ്പോഞ്ച് പോലെ. അങ്ങനെ നമുക്ക് ഇനി മെഷീൻ പോലെ കാണാട്ടാ. ബാ ധോനി, നമുക്ക് ഷീറ്റ് അടിക്കാട്ടാ. അമ്മ ഇത് ആദ്യം എങ്ങനെയാ വെക്കണ്ടേ? ആദ്യം ഇതിനകത്ത് വീതിക്കടിക്കുക 2 പ്രാവശ്യം, പിന്നെ 2 പ്രാവശ്യം നീളത്തി വെക്കുക. എന്നിട്ട് വേണം അപ്പുറത്ത്. ഞാൻ കറക്കാം, അമ്മ പിടിക്കുക. ഇത് വിരല് ശ്രദ്ധിക്കണം അല്ലേ. കറക്കട്ടെ. ഒന്നായി ഇതും കൂടി ആയ വിരല് നോക്കണേ. ഞാൻ തിരിക്കുന്നോണ്ട് ഇതിവിടെ ടൈറ്റ് ലൂസ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും അല്ലേ. അങ്ങനെ വീതിക്കായി. ഇനി നീളത്തിരി അല്ലേ. താഴേന്ന് പിടിച്ചോ അമ്മ. ഇനി ഒന്നുകൂടി ഉണ്ടേ. അപ്പുറത്തേക്ക് മാറ്റാം. തിരിക്കട്ടെ.
താഴേന്ന് പിടിച്ചോട്ടാ. അങ്ങനെ ഈ മിഷന്റെ പരിപാടി കഴിഞ്ഞല്ലേ. ശരിക്കും ഇത് സാധാരണ കൈയും കുറച്ചും കൂടി നീളം കൂടി പോലെ ഇരിക്കുന്നത്. ഈ ശരിക്കും ഈ വര എന്തിനാന്ന് ചേർക്കട്ടെ? ഈ അച്ചടിച്ചില്ലെങ്കിൽ എന്നാമേ? അച്ചടിച്ചില്ലെങ്കിൽ ഉണങ്ങി കിട്ടൂല വേഗം. ഇതിലടിച്ചതും അടിക്കാത്തതും നോക്കിയാല് ഇത് വേഗം ഉണങ്ങും, മറ്റേത് ഉണങ്ങൂല. നീ ആടെ ഇട്ട പോരെ? അല്ല, ഈ വെള്ളത്തിൽ എന്തിനാ മുക്കുന്നത്? ഇത് ആസിഡിന്റെ വെള്ളം അങ്ങ് പോയാല് ഒട്ടിപ്പിടിക്കുകയില്ല, നല്ലതാണ്. ഇത് കഴിഞ്ഞു അതുകൊണ്ട് ഒന്നടിച്ച് പിന്നെ കുറച്ച് ലേറ്റാക്കണം, പിന്നെ ഒന്നടിക്കുമ്പോ ഷീറ്റ് അടിക്കല് കഴിഞ്ഞട്ടാ. നീ മടക്കിയിട്ട് വീട്ടിലേക്ക് പോകാം. നോക്കട്ടെ. കൊറേ സമയം ഇങ്ങനെ വെച്ചാൽ ഒട്ടിപ്പിടിക്കും അല്ലേ? ഇനിയൊന്നാ. അങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞേട്ടാ. ശരിക്കും നമ്മൾ ഇത്ര ഷീറ്റ് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ മടുത്ത് ഇല്ലേ അമ്മേ? അപ്പൊ 50, 100 ഷീറ്റ് അടിക്കുന്ന ആളെ സമ്മതിക്കണം കേട്ടാ. അതെ. അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടാ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.